So, hey guys, it's me Shiva. You are watching TV Motomotive's YouTube channel. So, പ്രിയമുള്ളവരുടെ എല്ലാവർക്കും സാറും ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചാനൽ തമിഴിൽ ഉണ്ടാവരെ നമ്മൾ പുതിയൊരു പ്രോജക്റ്റിൻ്റെ തുടക്കമാണ്. എപ്പോഴും പോലെ ഇൻട്രഡക്ഷൻ വീഡിയോ ആണ്. ഒരു സ്പ്ലെൻഡറാണ് വണ്ടി ഇത് കാണുന്നത്. ഓൾറെഡി ഇൻസ്റ്റയിൽ നോക്കുന്നവർക്ക് മനസ്സിലാകും നമ്മൾ ഒത്തിരി നാളായിട്ട് നമ്മുടെ വീട്ടിൽ വണ്ടി ഇരിപ്പുണ്ട്. ആൻഡ് അച്ഛൻ്റെ വണ്ടിയാണത്. സംഭവം കുറേ സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പ്ലാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഡിഫറൻറ്റ് ഷേപ്പിൽ വണ്ടി ഇറക്കാൻ വേറൊരു പ്ലാനും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് വണ്ടി ഇത്രയും ഡിലേ ആയത്. സോ ഫൈനലി നമ്മുടെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് ഡിസൈനും പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റും ആയിട്ടുണ്ട്. സോ നമ്മൾ ഇനി കൺഫ്യൂഷൻസ് കാര്യമൊന്നുമില്ല. ഇനി ഇച്ചിരി ആയിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങാമെന്നുള്ളത്. ഇതും ടൈം എടുക്കും, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് കൊണ്ടുവരാനായിട്ട് അതിൻ്റെതായ നല്ല രീതിയിലുള്ള ഓൾട്രേഷൻ വർക്കും കാര്യങ്ങളും വണ്ടിയിലുണ്ട്. സോ നമ്മൾ അതിന് ടൈം എടുത്തേ ചെയ്യത്തുള്ളൂ. അപ്പം വണ്ടി ഇപ്പം സ്റ്റോക്ക് സ്പ്ലെൻഡറാണ്. സോ ഇനി പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കുറേ ചേസ് കട്ടിങ്ങും അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി നമ്മൾ ഭാവിയിലുള്ള വ്ളോഗ്സ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ പുതിയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ബെല്ലൈക്കൻ അങ്ങനെ വിടുവാണെങ്കിൽ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോവാം. അപ്പം നമ്മൾ പാർട്സിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ ഈ പാർട്സ് എല്ലാം നമുക്ക് കാണുമ്പോഴത്തേക്കും തോന്നുന്നത് ഏതോ സുസുക്കി സാമറായോ ഷോഗണൊക്കെ പണിയാൻ വേണ്ടിയുള്ള സാധനങ്ങൾ പോയി. കാരണം നിങ്ങൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കാരിയറും ഷോഗൻ്റെ സീറ്റൊക്കെ ഇരിപ്പുണ്ടായിരിക്കും സോണിൻ്റെ പോലെ. പക്ഷെ അല്ല, ഇത് നമ്മൾ കയറ്റാൻ പോകുന്ന മുഴുവൻ സ്പ്ലെൻഡറിന് വേണ്ടിയുള്ള പാർട്സാണ്. അതിനകത്ത് സ്പെഷ്യലായിട്ടുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് ആദ്യമേ ഓടിച്ച് പറഞ്ഞേക്കാം. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ എല്ലാ വണ്ടിയിലും കയറ്റുന്നത് തന്നെയാണ്. മെയിനായിട്ട് നമ്മൾ വന്നേക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഷോഗൻ്റെ സീറ്റായിട്ടോ വണ്ടി കയറ്റുന്നത്. ഷോഗൻ്റെ സീറ്റായിട്ടോ വണ്ടിക്കുന്നത് സ്പ്ലെൻഡർ കയറ്റാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെ കയറ്റും എങ്ങനെ ഇരിക്കുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് ജസ്റ്റ് എടുത്ത് വച്ചിട്ടുണ്ട്, ചെയ്യാനായിട്ട് പ്ലാനും ഉണ്ട്. അതെല്ലാം വഴിയായിരിക്കും നോക്കുന്നത് എന്തൊക്കെ നമ്മൾ ചെയ്ത് എന്തൊക്കെ ഓട്ടോഷനാണ് ചെയ്തെന്നുള്ളത്. ആൻഡ് വരുവാണെങ്കിൽ അടുത്ത ഒരു മെയിൻ കാര്യം സ്പ്ലെൻഡറിൽ ചെയ്യാനായിട്ട് ഒത്തിരി പേര് ആവശ്യപ്പെട്ട കാര്യമാണ് വലിയ ചെയിൻ സോക്കറ്റ് ബാക്കിൽ. ഇതിരുന്നുകൊണ്ട് വേറെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചെറുക്കന് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ശരിക്കും പറയുമ്പോൾ മാക്സി ഇരുന്ന സെയിം സാധനം തന്നെയാണ്. 50 ടീത്തിൻ്റെ TVS XLൻ്റെ ചെയിൻ സോക്കറ്റാണ് എടുത്തേക്കുന്നത്. ബാക്കിലത്തെ ചെയിൻ സോക്കറ്റിൻ്റെ ആ ഒരു ഏരിയ ആണ് എടുത്തേക്കുന്നത്. സോ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് ഫ്രണ്ടറിൽ അതെങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ചാനലിൽ ഉടനെ കണ്ടന്റ് വരും. പിന്നെ 2 NSൻ്റെ പ്ലേറ്റ് നിങ്ങൾ കാണുന്നതായിരിക്കും. ഗൈസ്, ഇത് ഡ്യുവൽ ഡിസ്ക്കാണ്. അത് 2 വർക്കിംഗ് ആയിരിക്കുമോ അല്ലെങ്കിൽ 2 ഡമ്മി വർക്കിംഗ് ആയിരിക്കുമോ എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ആൻഡ് നോക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ ഈ ഒരു ബ്രംബോയുടെ സെറ്റ്. ഇതെന്ന് പറയുന്നൊരു സംഭവം നമ്മളെ സാധാരണ വണ്ടികൾ കണ്ടുവരുന്നത് തന്നെയാണ്. എന്നാലും ഇതുണ്ടല്ലോ, ബ്രംബോയുടെ ഒരു റേഡിയൽ മാസ് സിലിണ്ടർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ സാധാ ഒരു എന്താ പറയണ്ടേ, ക്ലച്ചിൻ്റെ സൈഡ് സാധായും മറ്റേ സൈഡ് വരുന്നത് റേഡിയലായിട്ട് വരുന്നതിൻ്റെ ഒരു സെറ്റപ്പ് ഇരിപ്പുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് മോട്ടറാഷിൽ നിന്നാണ് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞ ശേഷം മോട്ടറാഷിനെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വരുന്നത് ഫ്രണ്ട് ബ്രേക്ക് സിസ്റ്റത്തിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന പൾസർ 150 ഹബ്ബ് വിത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പാച്ചെ RTRൻ്റെ കാലിപ്പർ ഇരിപ്പുണ്ട്. അതിനകത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്ത ടയർ ബാക്കിൽ വന്ന് മോട്ടോ D60 ഇഞ്ച് ടയർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ വന്നിട്ട് റാൽക്കോൾ ഗ്രിപ്പർ എന്ന് പറയുന്ന മോഡലിൻ്റെ ഫ്രണ്ടിൽ വീഴുന്ന ടയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ബാക്കിൽ 16 ഇഞ്ചായിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. വണ്ടി സാധാരണ 18 ഇഞ്ചായിരുന്നു, 16 ഇഞ്ചായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ സംഭവം കാര്യങ്ങൾ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് 16 ഇഞ്ച് കൺവേർഷനെ പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, അത് ചാനലെടുത്ത് നോക്കിയാൽ മതി. ആൻഡ് ഒരു RX 600ൻ്റെ അണ്ടർവെല്ലി ഇരിപ്പുണ്ട്. അത് നമ്മൾ സ്പ്ലെൻഡർ വെക്കാൻ തന്നെയാണ്. ഇതിനെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ കണ്ടില്ല, അത് ചാനലെടുത്ത് നോക്കിയാൽ മതി. പിന്നെ ഒരു ഹിമാലയൻ കാരിയർ നിങ്ങൾ കാണുന്നുണ്ട്. സംഭവം നമ്മുടെ ഫ്രണ്ടിൽ വെക്കാൻ തന്നെ കേട്ടോ. ഒരു ഹിമാലയൻ കാരിയറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീറ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കാരിയറാണ് നോക്കി എടുത്തേക്കുന്നത്. ആൻഡ് 4 ഷോഗൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റി പാർട്സാണ്. പിന്നെ ഡൊമിനോയുടെ കിക്ക് ത്രോട്ടിലുണ്ട്. ആൻഡ് നമ്മുടെ എക്സ്ട്രാ ലെങ്ത് ലൈനർ, അങ്ങനെ കുറച്ച് വെറൈറ്റി പാർട്സൊക്കെ വെച്ചിട്ടാണ് പ്ലാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് എങ്ങനെ ആകും എന്താകും എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, അല്ല ജോ, ഒരു പ്ലാനോ ഐഡിയ ഒന്നുമില്ല. സെറ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എന്നാ പറയണ്ടേ, നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. നമുക്ക് അടുത്തടുത്ത വ്ളോഗ്സ് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വ്ളോഗ് എന്ന് പറയുന്നത്.
അപ്പോൾ കണ്ടല്ലോ, സ്പ്ലെൻഡറിലാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് വ്ളോഗ്സിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി ജസ്റ്റ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സൈനിങ് ഫ്രം TVM Automotives.